ഹായ് ഓൾ. ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്കും ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ചായയൊക്കെ ഇട്ട് കുടിച്ച്, പിന്നെ ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പനിക്കാപ്പയൊക്കെ ഇട്ട് കുടിച്ച് നേരെ ഞാൻ കോളേജ് ബസ് പിടിക്കാനായിട്ട് ഓടി. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ റോഡിലേക്ക്. അപ്പോൾ എനിക്ക് കോളേജ് ബസ് കിട്ടുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഓടി വന്നതിന് കാര്യമായി ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോഴത്തേക്കും ഈ മഴ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമിൽ ഇങ്ങനെ കോളേജ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഞാനിങ്ങനെ കോളേജിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ വിട്ടത് ക്യാൻറ്റീനിലേക്കായിരുന്നു. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു, രാവിലെ ഒന്നും കഴിച്ചില്ല. അങ്ങനെ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും മഴയൊക്കെ മാറി ചെറിയ വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ദിവസമായിട്ടൊരു ചെറിയ ജലദോഷം എന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു കോളേജിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട്, PHC. അങ്ങനെ ഞാൻ അവിടെ പോയി ഡോക്ടറെ കണ്ട് പനി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ വാങ്ങി തിരിച്ച് കോളേജിലേക്ക് എത്തി. പിന്നെ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ തീസിസ് വൈവ ആയിരുന്നു കേട്ടോ, ഫൈനൽ PhD തീസിസ് വൈവ. പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്ന് വൈവയൊക്കെ നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വൈവയുടെ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടേക്ക് പോയി. സദ്യയായിരുന്നു കേട്ടോ ഫുഡ്, നല്ല അടിപൊളി ഒരു സദ്യയായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു. ഇതാണ് കേട്ടോ നമ്മുടെ വൈവ ഗേൾ, ശ്രുതി ലിസ് തോമസ്. നമ്മൾ ലിസെന്നും ലിജെന്നും ഒക്കെ വിളിക്കും. ശരിക്കും പറഞ്ഞാൽ കുറേ നാളത്തെ ഒരു കഷ്ടപ്പാടിൻ്റെയും ഒരു കാത്തിരിപ്പിൻ്റെയും ഒക്കെ ഒരു അവസാന ദിവസമാണ് ഫൈനൽ PhD തീസിസ് വൈവ എന്ന് പറയുന്നത്. ഏതൊരു PhD സ്കോളറിൻ്റെയും ആഗ്രഹം ആ ഒരു ലാസ്റ്റ് ഡേയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയായിരിക്കും. അങ്ങനെ വൈവയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം എങ്കിൽ പിന്നെ ഒരു ചായ കുടിച്ചാലോ എന്നായി. അങ്ങനെ നേരെ ക്യാൻറ്റീനിലേക്ക് പോയി ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ശരിക്കും ഇതിൽ PhD കഴിഞ്ഞവരുണ്ട്, ഡിഫൻസ് കഴിഞ്ഞവരുണ്ട്, എക്സ്റ്റേണൽ സബ്മിറ്റ് ചെയ്തവർ, തീസിസ് വൈവ കഴിഞ്ഞവർ, പിന്നെ റിസർച്ച് ചെയ്യുന്നവർ. ഞാനൊക്കെയാണ് കേട്ടോ ആ കാറ്റഗറിയിലുള്ളത്. അങ്ങനെ എല്ലാ സ്റ്റേജസ് ഓഫ് PhD ലൈഫും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വ്ലോഗുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ.